അപ്പൊ ഗായ്സ് ഞങ്ങൾ പോവുകയാണ് ഇച്ചുവിന്റെ ഇപ്പച്ചിനെ കൊണ്ടാക്കാൻ. ഇവിടെ ബൊക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് വേറെയാണ് കഥ. അവിടെ മാറ്റിയൊക്കെ നിൽക്കുന്നുണ്ട് ഒരാള്. അപ്പൊ ഞങ്ങളോടൊക്കെ പോണേ? നിങ്ങളോടൊക്കെ പോണേ? ആരെ കൊണ്ടുവരാന്? അങ്ങനെയില്ല. അപ്പൊ അതാണ് ഇവിടെ ചെറിയ സർപ്രൈസ് ആണ് കുട്ടികൾക്ക്. അതാണ് ഓരോട് പറയാം. ഇജെടുക്ക പോണേ? നിങ്ങളൊക്കെ എവിടേക്കാണ് പോണത്? ഓക്കെ. ഇതിലോ ഒക്കെ മാറ്റി ഒരുങ്ങി നിൽക്കാണ്. കണ്ടോളി, ഇതാണ് ഞങ്ങള് പുലർച്ചെയാണ് പോകുന്നത്. ഇവിടുത്തെ ഉള്ളിലത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ. അപ്പോ ഡ്രൈവറല്ല കേട്ടോ, എന്റെ കസിൻ. എന്താണ് സാജു വ്ളോഗാണ്. ഇവിടെ നല്ല സൂപ്പറായി ഇവിടെ കിടക്കുന്നുണ്ട്. നല്ല ഛർദിച്ചില്ല. എന്താ ഛർദിച്ചിട്ട് മരത്തിന്റെ ഹെയർ ബാൻഡ് കണ്ടിട്ടാണോ പറയണത്? മൊല്ലാക്കാന്റെ മരക്ക് എന്താ തലയിലൊക്കെ കെട്ടിയത്. നീച്ച് കുളിക്കാൻ പോകണുണ്ട്. 2 മണിക്ക് നീച്ചിട്ട് 2:30 പോണെന്ന് പറഞ്ഞ ടീമാണ്. നീച്ച് വരുന്നതിന് 2:30 കണ്ടാ. ഇവിടെ എന്റെ ഉറക്കത്തുനിന്ന് നീച്ച് മാറ്റിയിരിക്കാണ്. അത് എന്റെ പൊക്ക് കൈ പിടിച്ചോ വേണ്ടേ? വായോ ഒരു ഹായ് എടുത്ത വാവ്. കണ്ടില്ലേ? പറ്റി കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും കേട്ടോ. അപ്പോൾ പോവാനെല്ലാവരും മാറ്റൊരുങ്ങി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് പോണത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഫീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റേ ഇച്ചും സിലുമൊക്കെ മറ്റേ വണ്ടിയിലായിരുന്നു. അവൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളൊക്കെ ഉറങ്ങൽ തുടങ്ങി. പിന്നെ ഉറങ്ങുന്ന ടൈമല്ലേ സാധാരണയായിട്ട്. അപ്പോൾ അതാ ഏകദേശം അവിടെ എത്താനൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഓളെ എണീപ്പിച്ച് കുറച്ച് ആക്റ്റീവാക്കി വെക്കാൻ വിചാരിച്ച്. അവൾക്കൊന്നും അറിയില്ലല്ലോ, ഓളൊപ്പച്ചിനെ കൊണ്ടുവരാൻ പോകാൻ നമുക്ക് അറിയില്ല. പിന്നെയും അപ്പോൾ അവിടെ എത്താനൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ അവളെ ഒന്നും കൂടി നീപ്പിച്ചൊക്കെ ചെയ്യും. ഓളെ മൈൻഡിൽ ആ പാപ്പാനെ കൊണ്ടാക്കാൻ എന്നുള്ള രീതിയിലാണ് പോകുന്നതൊക്കെ. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു പെട്രോൾ പമ്പ് കണ്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊന്ന് കയറി. അങ്ങനെ അവനവിടെ ഇറങ്ങിക്കണു എന്നൊക്കെ പറഞ്ഞ് വിളിയൊക്കെ വന്നിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ. ഇപ്പം ഞങ്ങൾ അവിടെ എത്താനായിക്കണു. ഇപ്പം ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയ ഉടനെ തന്നെ ഓനൊന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞ് ലഗേജൊന്നും കിട്ടിയിട്ടില്ല, ലഗേജിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാമെന്നൊക്കെ പറഞ്ഞു അവന്. പിന്നെ അതാ ഞങ്ങൾ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ മറ്റോലെ അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫിയു ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഉപ്പച്ചിനെ കാണുമോ, ഉപ്പച്ചി ഉണ്ടാവോ ഇവിടെ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ ഒന്നിൽ ഒതുക്കേണ്ട വെച്ചിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്.